നമസ്കാരം. സൂപ്പർ ലീഗ് കേരളയുടെ സീസൺ 3 സെപ്റ്റംബർ 25-ാം തീയതിയാണ് നമ്മൾ ഈ വർഷം തുടങ്ങുന്നത്. കഴിഞ്ഞ 2 സീസണും വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ 2 സീസണിൽ ഏകദേശം 200ഓളം കേരള പ്ലേയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നാഷണൽ ടെലിവിഷനിൽ ബ്രോഡ്കാസ്റ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ സ്റ്റാർ സ്പോർട്സ് ആയിരുന്നു, സെക്കൻഡ് ഇയറിൽ സോണിയിലായിരുന്നു. അതിൻ്റെ ഈ സീസണിൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഗെയിം ചേഞ്ചർ നമ്മൾ കഴിഞ്ഞ വർഷവും ഇത് ചെയ്തിരുന്നു. അപ്പോൾ അണ്ടർ 23 പ്ലെയേഴ്സ്, ദാറ്റ് ഇസ് കേരളത്തിലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു സ്കൗട്ടിംഗ് ആണ്. അതിൻ്റെ അകത്തു നിന്നാണ് കഴിഞ്ഞ തവണത്തെ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു ഗോൾഡൻ ബൂട്ട് വിന്നർ, എമേർജിംഗ് പ്ലെയർ എന്നുള്ള ഒരു താരത്തെ നമ്മൾ കണ്ടെടുത്തത്. അപ്പോൾ ഈ ഓരോ തവണ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സും കൂടുതൽ സ്പോട്ട് ലൈറ്റിൽ ഇല്ലാത്ത പ്ലെയേഴ്സും സൂപ്പർ ലീഗിനെയും പിന്നെ ഫുട്ബോൾ എക്കോസിസ്റ്റത്തിൻ്റെയും ഭാഗമാകാൻ അതാണ് അതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഈ സെപ്റ്റംബർ 1 തൊട്ട് ഇത് സൂപ്പർ ലീഗ് സീസൺ 3യുടെ ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി തുടങ്ങുന്നതാണ്. നമ്മളൊരു സിദ് ശ്രീറാമിൻ്റെ ഒരു കോൺസേർട്ടും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അനൗൺസ്ഡ് ആണ്. അതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. താങ്ക് യു. സൂപ്പർ ലീഗ് കേരളയുടെ 3ാം സീസണോടനുബന്ധിച്ച് നടത്തുന്ന സൂപ്പർ ലീഗ് ഗെയിം ചേഞ്ചർ എന്നുള്ള ഒരു ടാലന്റ് ഫണ്ടിന്റെ ഭാഗമായിട്ട് 23 വയസ്സിന് താഴെയുള്ള അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ കളിക്കാൻ അവസരം ലഭിക്കാത്ത ഒട്ടനവധി കളിക്കാർ കേരളത്തിലുണ്ട്. അത് പല ജില്ലകളിൽ, ഗ്രാമങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളിലാകാം, അക്കാഡമികളിലാകാം. അവരെ നല്ല രീതിയിൽ ഒരു സ്കൗട്ടിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ ലീഗ് കേരള നടത്തപ്പെടുന്ന ഈ ഒരു ടാലൻറ്റ് സ്കൗട്ടിങ് തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാ ടാലൻറ്റുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു അവസരമാണ്. ഈ അവസരം കുട്ടികൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് വേണം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇത് കേരള ടീമിലേക്കുള്ള സെലക്ഷനും ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു സെലക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കൂടിയായിട്ട് മാറും ഈ കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ഭാവിയിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കൗട്ടിംഗ് പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അവരൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരു കാരണവശാലും മിസ്സായി പോകാതെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരെ വെച്ചുകൊണ്ട് സൂപ്പർ ലീഗ് കേരള ഏറ്റവും ഭംഗിയായിട്ട് കൂടുതൽ ക്വാളിറ്റിയോടുകൂടി നടത്തപ്പെടുന്ന രീതിയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു വേൾഡ് കപ്പിന്റെ ഇയർ ആയത് കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ സീസണിൽ തുടങ്ങിയപ്പോൾ അവയർനെസ്സും കാര്യങ്ങളും ജസ്റ്റ് തുടങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ 6 ഹോം സ്റ്റേഡിയത്തിലാണ് കളികൾ നടത്തിയത്. അപ്പോൾ എല്ലാ സ്റ്റേഡിയംസും വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ആദ്യത്തെ വർഷത്തിനേക്കാളും ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് റെസ്പോൺസും ഓഡിയൻസ് അറ്റൻഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ സീസൺ അതിലും കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു എല്ലാവർക്കും ഈ ഗെയിംസ് നടത്തുന്ന എല്ലാ ജില്ലകളിലും ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നുള്ള ഒരു മോഡലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുട്ബോളിനെയും ഇഷ്ടപ്പെടുന്നവരും എല്ലാവർക്കും ഇതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പാലക്കാടും കാസർഗോഡും നമ്മൾ ഡിസ്കഷൻസ് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ടീമുമായിട്ട് അത് കൺഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മളുടെ ആ സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ടീമിനെ ഓൺബോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വർഷമായിരിക്കും നമ്മളത് ചെയ്യുക. ഈ വർഷം നമ്മൾ ഫ്രാഞ്ചൈസീനെ ഫൈനലൈസ് ചെയ്യായിരിക്കും, പക്ഷേ ഗെയിംസ് അടുത്ത വർഷമായിരിക്കും നടത്തുക. തീർച്ചയായിട്ടും എല്ലാ ടീമുകളും നന്നായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ ലോക്കലിയുള്ള ഫുട്ബോളിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ സൂപ്പർ ലീഗിൻ്റെ പ്രൊജക്റ്റ് ഗെയിം ചേഞ്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത്.
നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ കുട്ടികൾ ഇതിനെ എത്രത്തോളം ആസ്പിറൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ മാക്സിമം ലെവൽ. നമുക്കും അവരുടെ ലെവൽ അറിയാനും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സൂപ്പർ ലീഗിൻ്റെയും നമ്മുടെ ക്ലബ്ബുകളുടെയും ഉദ്ദേശം നമ്മൾക്ക് കളിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും ടീമിൽ വരിക ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരെയും നമുക്ക് പറ്റണം. അതായത് സൂപ്പർ ലീഗ് കളിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാകണം. അവർക്കും അവരുടെ കാലിബർ എത്രത്തോളം ഉണ്ടെന്നറിയാനും നമുക്കും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇനി നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അറിയാനും ഇത് ഉപകരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ കണ്ണൂർ വാറിയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയറിൽ സമ്മർ ക്യാമ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങി. 12 to 17 വയസ്സ് വരെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബേബി ലീഗ് പ്രോഗ്രാമുകളിലേക്കും കിടക്കുകയാണ്. അതായത് നമ്മളുടെ റിയൽ ഗ്രാസ് റൂട്ട് നമ്മൾ 8 വയസ്സുള്ള കുട്ടികളെ സ്കൂൾ അസോസിയേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ് ക്യാമ്പുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യൂത്ത് ഡെവലപ്മെൻറ്റ്. അതുതന്നെയാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നതും. കാരണം 4 മാസത്തോളമാണ് നമ്മുടെ സൂപ്പർ ലീഗ് ഉള്ളത്. അത് അവർക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. പ്രത്യേകിച്ച് ഫോറിൻ കോച്ചുമാരുടെ കൂടെ, ഫോറിൻ കളിക്കാരുടെ കൂടെ കളിക്കുമ്പോൾ അവരുടെ കോറിനെ അവർക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ സ്ട്രെച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു SLK കഴിഞ്ഞു. SLKയിലെ ഇന്ത്യൻ ടോപ്പ് സ്കോററായിരുന്നു അജിസൽ. അത് കഴിഞ്ഞു സന്തോഷ് ട്രോഫിയിൽ വന്നു. സന്തോഷ് ട്രോഫിയിലും ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡയറക്റ്റ്ലി സൈൻ ചെയ്തു. ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അതിലും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കളിക്കാരുടെ വാല്യൂ കൂടുക എന്നുള്ളത് നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം അതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.